ഹലോ ഗായ്സ്, ഇന്ന് ബോറടിച്ചിരിക്കുന്നു. അടുക്കള എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഉള്ളിയുണ്ട്, പിന്നെ എന്തുണ്ടെന്ന് നോക്കട്ടെ. ചോറും ഉണ്ട്. നമുക്കൊരു ഉള്ളിച്ചോറുണ്ടാക്കാം. ആദ്യം കുറച്ച് കൊച്ചുള്ളി അങ്ങോട്ട് എടുക്കണം, എന്നിട്ട് കട്ട് ചെയ്യണം. എനിക്ക് കുറച്ചേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തോളൂ. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ എടുത്താൽ മതി. എനിക്ക് എരി അത്ര ഇതില്ല, സോ ഞാൻ ഒരെണ്ണം എടുത്തോളൂ, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എടുക്കാം. പിന്നെ ആ സ്റ്റൗ കത്തിക്കണം. സ്റ്റൗ കത്തിച്ചെടുത്തിട്ട് ചീനിച്ചട്ടി വെക്കണം. ചീനിച്ചട്ടി വെച്ച ഉടനെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ല, നെയ്യാണ് സാധാരണ ആൾക്കാർ ഒഴിക്കുന്നത്. ഇവിടെ നെയ്യൊന്നും നോക്കിയിട്ട് കാണാനില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉള്ളി എടുത്ത് അങ്ങോട്ട് ഇടുക. ഉള്ളിയെല്ലാം ഇട്ടിട്ട് കിണ്ടണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ കിണ്ടണമെന്നാണ്. ഇത് വയറ്റണം. ഉള്ളി, പച്ചമുളക്, ഞാൻ മല്ലിയിലയും കൂടെ ഇട്ടാൽ ആ ടേസ്റ്റ് അങ്ങ് കിട്ടുള്ളൂ. അതുകൊണ്ട് വയറ്റുക, നല്ലതിലായിരിക്കും. നല്ല വയറ്റിയെടുക്കുമ്പോൾ അതിലോട്ട് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇതും കൂടെ ഇടണേ, മസാല. സംഭവം ഞാൻ ലാസ്റ്റാണ് കേട്ടോ, മറന്നുപോയി. മസാലയും കൂടെ ഇടണേ. മസാലയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് വീണ്ടും വഴറ്റണം. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ ചോറ് വരുത്തണം. ആവശ്യത്തിന്, ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക്. എനിക്കൊരു 3 കരണ്ടിയില്ല ചോറ്, 3 സ്പൂൺ ചോറ്. എന്നിട്ട് വഴറ്റണം, ചോറിട്ട് വഴറ്റണം. ഞാൻ മസാല നേരത്തെ ഇടയിൽ ഞാൻ മറന്നു, അങ്ങനെ ലാസ്റ്റാണ് ഇട്ടത് മസാല. നല്ല രീതിക്ക് വഴറ്റണം. വഴറ്റിയെടുത്തിട്ട് പപ്പടം എടുക്കണം. അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് പപ്പടം പൊടിച്ചിട്ട് എടുക്കണം. അതാ സംഭവം റെഡിയായി. സൂപ്പർ സാധനമാണ് കേട്ടോ. ഇനി ഞാൻ കഴിക്കുകയാണേ. പപ്പടവും കൂടെ ഇട്ടുകൊണ്ട് സൂപ്പർ. ആരെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തോ. പക്ഷേ എൻ്റെ റെസിപ്പി യൂട്യൂബിൽ വേറെയും കാണും നല്ല റെസിപ്പീസ്. എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണം, 2 മണി ഏകദേശം ആയി. ഇനി ഉറങ്ങാൻ പോകുന്നു. ഇനി കിടന്നുറങ്ങണം, ഉച്ചമയക്കം. ഓക്കെ, ബായ്.